ഹായ് ഓൾ, ദ ലേണിംഗ് ട്രാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇനേർഷ്യനെ പറ്റിയാണ്. സോ ഫിസിക്സിൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനേർഷ്യ. സോ ഇന്നത്തെ ക്ലാസ് ഇനേർഷ്യ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഇനേർഷ്യ എന്ന് പറയുന്ന ടോപ്പിക്കിന് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഫുള്ളായിട്ട് കാണുക. എന്താണ് ഇനേർഷ്യ, അതിലോട്ട് വരുന്ന നമ്മുടെ ന്യൂട്ടൻ്റെ ലോ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ വാട്ട് ഈസ് ഇനേർഷ്യ? എന്താണ് ഇനേർഷ്യ? Inertia is the tendency of an object to resist a change in its state of motion or rest. അതായത് ഒരു ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണെങ്കിൽ അല്ലെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്ന റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ബോഡി മോഷനിലാണെങ്കിൽ ഇറ്റ് വാണ്ട്സ് ടു ബി അറ്റ് മോഷൻ, കണ്ടിന്യൂസ് ടു ബി അറ്റ് മോഷൻ. Or if a body is at rest, it continues to be at rest. അത് കണ്ടിന്യൂ ചെയ്യുന്നു, റെസ്റ്റിൽ തന്നെ ആവാൻ അത് ആഗ്രഹിക്കുന്നു, വാണ്ട്സ് ടു ബി അറ്റ് റെസ്റ്റ്. ഓക്കെ, സോ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്ന റെസിസ്റ്റൻസ്, അതുണ്ടാകുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ്. എപ്പോഴും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇനേർഷ്യ എന്ന് നോക്കുക. മാസ് കൂടുന്നതിനനുസരിച്ച് ഇനേർഷ്യയും കൂടുമെന്ന് വിചാരിക്കാം. ഇനേർഷ്യയും കൂടും. ഓക്കെ, അതുപോലെ ഈ ഒരു പിക്ചറിൽ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ടീച്ചർ കാണിച്ചു തന്നിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. അതായത് ഗ്ലാസിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഒരു കോയിൻ വെക്കുക. എന്നിട്ട് കാർഡ്ബോർഡ് പീസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ കോയിൻ ഡയറക്റ്റ് ആയിട്ട് ആ ഗ്ലാസ്സിലേക്ക് വീഴുന്നു. സോ അതെന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അതായത് ആ കോയിൻ റെസ്റ്റിൽ ഇരിക്കുകയായിരുന്നു, അത് റെസ്റ്റിൽ തന്നെ ആവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ കാർഡ് സ്ട്രൈക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നു? കോയിൻ നേരെ ഗ്ലാസ്സിലേക്ക് വീഴുന്നതിന് കാരണം എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ നമ്മൾ പറയുന്ന ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. സോ വാട്ട് ഈസ് ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് an object at rest stays at rest. An object is in motion continues in motion with the same speed and direction unless acted upon by an external force. That is, ഒരു ബോഡി റെസ്റ്റിൽ തന്നെയാണെങ്കിൽ അതിന് ഇഷ്ടം എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് അറ്റ് റെസ്റ്റ്, അല്ലെ? കണ്ടിന്യൂസ് ടു ബി അറ്റ് റെസ്റ്റ്, അത് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ബോഡി മോഷനിലാണെങ്കിൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ഇൻ മോഷൻ അൺലെസ് ആൻഡ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്റ്റഡ് അപ്പോൺ ഇറ്റ്. അതിലൊരു എക്സ്റ്റേണലി അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ആ ബോഡി എങ്ങനെയായിരിക്കും? റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ, മോഷനിലാണെങ്കിൽ മോഷൻ. Okay, so that is known as what? Newton's first law of motion. So just by heart it. ഇനി ഇനേർഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ദ ഓൺലി ഫാക്ടർ ഇസ് മാസ്. മാസ് ആണ് ഇനേർഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ. അപ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ച് ഇനേർഷ്യ കൂടും, മാസ് കുറയുന്നതിനനുസരിച്ച് ഇനേർഷ്യ കുറയും. ഓക്കെ, ഇവിടെ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, ഒരു ബോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഒരു ബോൾ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി ചേഞ്ച് ഇറ്റ് റെസ്റ്റ് പൊസിഷൻ, അല്ലേ? പക്ഷെ ഒരു കാറിനെ ആണെങ്കിൽ, ഒരു കാറ് നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു അപ്ലൈ എ മോർ ഫോഴ്സ്, അല്ലെ? കൂടുതൽ ഫോഴ്സിന്. അപ്പോൾ അവിടെ ഇനേർഷ്യ കൂടും, ആ ഒബ്ജക്റ്റിന് ഇനേർഷ്യ എന്തെയും കൂടും, ബിക്കോസ് അവിടെ മാസ് കൂടുതലാണ് കമ്പയർഡ് ടു ബോൾ. ഓക്കെ, നെക്സ്റ്റ്, വൈ ഈസ് ഇനേർഷ്യ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഇനേർഷ്യ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കേസാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു നമുക്ക് ഇനേർഷ്യയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതായത് മോഷൻ, ഓക്കെ, ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് മോഷൻ ആൻഡ് സേഫ്. അതായത് നമ്മളൊരു മോഷനിൽ ഇരിക്കുകയാണെങ്കിൽ അത് സേഫ് ആയിട്ടുള്ള മോഷൻ നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ കാറിൽ ഇരിക്കുകയാണെങ്കിൽ യു നീഡ് ടു സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജസ്റ്റ് മുന്നിലേക്ക് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാതിരിക്കും. അതെല്ലാം ഈ ഇനേർഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അതുപോലെ തന്നെ ഈ ഇനേർഷ്യ എന്ന് പറയുന്ന ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ പറയുന്നത്. നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി ഈ ഒരു ലോ എന്ന് പറയുന്നത്. ഓക്കെ,
Okay, next types of inertia ആണ്. Objects resist changes in different ways, classified into three types. Okay, first one inertia of rest. എന്താണ് inertia of rest എന്ന് നോക്കാം. An object at rest unless acted upon by a force. അതായത് inertia of rest എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എപ്പോൾ വരെ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നത് വരെയുള്ളൂ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്നത്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റാർട്ട്സ് മൂവിങ്. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാവുന്നത് അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ മാത്രം അല്ലെങ്കിൽ അത്ര മാത്രമേ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? റെസ്റ്റിലിരിക്കുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ എ ബുക്ക് ഓൺ എ ടേബിൾ സ്റ്റേസ് അറ്റ് റെസ്റ്റ് അൺടിൽ പുഷ്ഡ്. അല്ലെ, നമ്മളൊരു ഒബ്ജക്റ്റ് എന്ത് ഒബ്ജക്റ്റും ഒരു ടേബിളിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു, ആ ഒബ്ജക്റ്റ് എന്താ നമ്മളൊന്ന് ജസ്റ്റ് പുഷ് ചെയ്യുന്നത് എടുക്കുന്നവരെ ആ ഒബ്ജക്റ്റ് എന്താണ് അവിടെ റെസ്റ്റിൽ തന്നെ ആയിരിക്കും. അതിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാതെ നമുക്ക് അതിന് മൂവ് ചെയ്യിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനേർഷ്യ ഓഫ് മോഷൻ. A moving object continues moving unless stopped. ഒരു ഒബ്ജക്റ്റ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വളരെ ആ ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഫോഴ്സ് അവിടെ വരുന്നത് വരെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Example, a moving train does not stop immediately after the brakes are applied. Okay. The next, inertia of direction. An object resists change in its direction of motion. ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ when a car turns sharply, passengers feel a jerk in the opposite direction. നമുക്കറിയാം കാർ പെട്ടെന്ന് ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒന്ന് തിരിയും അല്ലെ, ഒന്ന് ഒരു ജേർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? An object resists change in its direction of motion. Okay. So ഇതെല്ലാം types of inertia ആണ്. Three types ഉണ്ട്. Inertia of rest, inertia of motion, inertia of direction. ഇതിൻ്റെ എല്ലാം examples വെച്ചിട്ട് ഓർത്തിരിക്കേണ്ടത്. So here we are discussing some examples, daily life examples. So first one, when a bus starts suddenly, passengers fall backward. So that is inertia of rest. അതായത് ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പാസഞ്ചേഴ്സ് എന്തെങ്കിലും ബാക്കിലേക്ക് ആയിരിക്കും പോകുന്നത്. കാരണം ഓൾറെഡി പാസഞ്ചേഴ്സ് എന്തായിരുന്നു? അവിടെ റെസ്റ്റിലായിരുന്നു. സോ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിൽ തന്നെ ആയിരിക്കാനായിട്ട് അവർ ആ ബോഡി ആഗ്രഹിക്കുന്നു. അപ്പോൾ എങ്ങനെ വരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ആക്ട് ചെയ്യുന്ന വരെ. സോ ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. വെൻ എ ബസ് സ്റ്റോപ്പ് സഡൻലി, പാസഞ്ചേഴ്സ് ഫോൾ ഫോർവേഡ്. ഇനി പെട്ടെന്ന് ഒരു ബസ് നിർത്തുകയാണെങ്കിൽ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പാസഞ്ചേഴ്സ് ഫോൾ ഫോർവേഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ. മോഷനിൽ തന്നെ ആയിരിക്കാനായിട്ട് അത് ആ ഒരു ടെൻഡൻസി വരുന്നു. ഇനി ക്ലോത്ത്സ് റിമെയിൻ ഇൻ മോഷൻ വെൻ ബീറ്റൻ ഡ്യൂറിങ് ഡ്രൈവിംഗ്. Inertia of motion example another. The mud flies off rotating wheel. Inertia of motion and direction. ഇതെല്ലാം സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകാൻ എക്സാമിന്. So let us discuss some questions related to inertia. The first one, which law of motion describes inertia? You all know the answer, that is Newton's first law. Then inertia is the tendency of an object to, first one, change its shape, second one, change its volume, third one, resist a change in its state of motion, last one, increase its speed. ഇതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. Resist a change its state of motion. Okay. Next question, which of the following has the greatest inertia? The greatest inertia എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, greatest mass വരണം. മാസ് കൂടുന്നതനുസരിച്ച് inertia കൂടും. So first option, a cricket ball, then a football, a truck, a tennis ball. What is the answer? A truck. Okay. Next question, who formulated the concept of inertia as a law? Newton, Einstein, Galileo, Archimedes. Single question, Newton. Next question, which situation shows inertia of direction? First option, a stone at rest on the ground. Second option, a rolling ball stopping on its own.
Third option, a car taking a sharp turn and passengers feeling pushed sideways. Last option, a book resting on a table. So what is the answer? Option C. A car taking a sharp turn and passengers feeling pushed sideways. So that is inertia direction. Next question. Which quantity is a measure of inertia? First option weight, second option volume, third option mass, last option speed. So what is the answer? Mass. See, mass only depends on inertia. Next question. Why does a coin fall into a glass when a card beneath is flicked away quickly? First option gravity decreases, second option inertia keeps it at rest, third option air resistance increases, last option friction pulls it down. Which is the answer? Inertia keeps it at rest. Okay, see this picture is actually showed one slide ഒരു ഗ്ലാസിൻ്റെ പുറത്തൊക്കെ കാർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോയിൻ വെച്ച് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ കോയിൻ ഡയറക്റ്റ്ലി ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നു അല്ലേ. സോ ആക്ച്വലി അതെന്താ, അത് ഇനേഷ്യ റെസ്റ്റ് ആണ് പറയുന്നത്. കാരണം ആ കോയിൻ ഓൾറെഡി റെസ്റ്റിൽ തന്നെയായിരുന്നു. സോ കണ്ടിന്യൂസ് ടു ബി റെസ്റ്റിൽ തന്നെ ആയിരിക്കും അത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നേരെ താഴെ ഗ്ലാസ്സിലേക്ക് തന്നെ വീഴുന്നത്. ഓക്കെ. Next question. When a bus suddenly starts, passengers fall backward because of first option acceleration, second option inertia of rest, third option inertia of motion, last option force of friction. So answer is what? Inertia of motion. Next question. When a moving car suddenly stops, passengers move forward due to first option inertia of rest, second option inertia of motion, third option balanced force, last option centripetal force. So what is the answer? Inertia of motion. So thank you all. Thank you for watching. So ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കിട്ടാൻ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് എനിക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ലേണിംഗ് ട്രാക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.